അമ്മാമേ ബാബിക്യൂനുള്ള കോള് വാങ്ങണ്ടേ? ഓ അത് ശരിയാണല്ലോ, അത് അവിടെയാ. വാ. ഈ ഓഫറിന് ലാഭമാണ്. ഹലോ. അല്ല, ഞാൻ വെറുതെ. എന്നാ പോവാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അമ്മാമേ എനിക്ക് വാഷ്റൂമിൽ പോകണം. അതെ, മോക്കൊന്ന് വാഷ്റൂമിൽ പോണെന്ന് ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഞാൻ വരണോ അമ്മേ? വേണ്ട, നിങ്ങൾ നടന്നോ. വാ മോളെ. എന്തുപറ്റി നിങ്ങളുടെ ഇച്ഛായന്? പെട്ടെന്ന് എല്ലാരെയും കാണാൻ ഒരു കൊതി തോന്നാൻ. അത് പിന്നെ പുള്ളി തൊട്ടടുത്ത് വരെ വന്നല്ലേ, അപ്പോൾ എല്ലാവരും കണ്ടു പൊക്കളയെന്ന് കരുതിയിട്ടുണ്ടാവും. അങ്ങനാണേ കൊള്ളാം. അങ്ങനല്ലാതെ പിന്നെ അല്ല, പണ്ട് നടന്നതും പറഞ്ഞൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു വരവായിരിക്കില്ലല്ലോ അല്ലേ ഇത്? അതിന് എൻ്റെ അറിവിൽ അങ്ങനെ ആൽസൈമേഴ്സ് ഒന്നുമില്ല. പിന്നെ പറഞ്ഞ വാക്കിന് വിലയുള്ളവനാ എൻ്റെ ചായൻ. അത് ഇക്കാലം കൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. Hi, Philip. Good morning. Yeah, I'm so sorry to you about your loss. It really is such a tragedy, isn't it? Mr. Syriac, what time is the cremation? We are still waiting for her elder son. Is that him? Yeah, that's him. Adam.
ഇച്ചായ ഉണ്ണി ഞാനിവിടെ ലിവിംഗ് റൂമിൽ കിടന്നോളാം. എനിക്കതാ കംഫർട്ടബിൾ. അയ്യോ, ആ റൂമിലെ ഹീറ്ററൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ രാത്രി കുറച്ചും കൂടെ ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ ഈ തണുപ്പൊന്നും ആയിരിക്കില്ല ഇച്ചായ. അമ്മയുടെ ഇളയുടെ റൂമാ. നന്നായി പാടുമായിരുന്നു ഇള. ചേർച്ച് സ്ക്വയറിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ശരിക്കും എന്താണ് ഇവിടെ ഉണ്ടായത്? ഇങ്ങനൊക്കെ ചെയ്യാൻ മാത്രം നമ്മളോട് ആർക്കാ ഇത്രയും വിരോധം? ഇല്ല, എനിക്കറിയില്ല ചായ. എൻ്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഓഫീസിലും മറ്റുണ്ടായിട്ടുള്ള ചില പെറ്റി ഇഷ്യൂസ് വെച്ചാൽ എനിക്കും ശ്വേതയ്ക്കും ഇവിടെ ആരായിട്ടും അങ്ങനെ ഒരു ക്ലാഷും ഇല്ല. എനിക്ക് ചെറിയൊരു തലവേദന, ഞാൻ പോയി കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. എന്തുകൊണ്ടാണ് വിലയാടാ? ഒരു ഷർട്ടിന് 2000 രൂപയോ? 5 ഫുള്ളിന്റെ പൈസ. അതിന് നീ അല്ലല്ലോ കാശ് കൊടുത്തത്. നീ പൈസ കൊടുത്താലും 5 ഫുള്ള് പോയില്ലേ? 5 ഫുള്ളെന്ന് പറഞ്ഞാൽ 62 പെഗ്. നിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിന്റെ മുക്കാലും ഞാൻ അടിച്ചു തീർക്കണ്ട, അറിയോ? നമുക്ക് തിരിച്ചോട്ട് കൊടുക്കടാ. നീ ഇങ്ങോട്ട് വന്നേ. 62 പെഗ്. Yes. ഡാഡി, ഇതിനകത്ത് വെച്ച് തലയിൽ ചവിട്ടാൻ പറ്റുമോ? ഡാഡി പ്ലീസ്. ഡാഡി വാ. എന്തൊരു മനുഷ്യനാണോ പുള്ളി? കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കുടുംബത്തിൽ ഇതുപോലെ അമ്മാവൻ വേണം കണ്ടു പഠിക്കാൻ. നടപ്പ് കണ്ടോടാ നീ. ഡാഡി ഡാഡി പറയുന്നേക്ക് ഈ കണ്ടീഷനിൽ എന്തിനു വണ്ടി എടുക്കണ്ട, നമുക്കൊരു ഓട്ടോയ്ക്ക് പോവാം, എന്നിട്ട് നാളെ വന്നിട്ട് എടുക്കാം. What condition? I am absolutely fine. ഡാഡി വണ്ടി കേറ്. ഞാൻ- വണ്ടി കേറ്. ഡാഡി ഡാഡി വാ, പെട്ടെന്ന് റൂമിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ആവാം. എടാ, നിനക്ക് ആ പെങ്കോ ചേരാന്ന് മനസ്സിലായോ? ഇല്ല. ആ കുട്ടിയാടാ ഇന്നലെ ജേക്കബിന്റെ വെഡിങ്ങിന് കൊയറ് പാടിയത്. അല്ല. ഏതവനാടാ പുറകില്? ഡാഡി സ്ലോലി. I know. ഡാഡി പയ്യെ പോയാ മതി. നോക്കി, നോക്കി ഡാഡി. അല്ലയാ പോക്ക് കണ്ടിട്ട് വശപ്പശക. സ്ലോലി, സ്ലോ സ്ലോ. I know. ബ്രേക്ക് പോയില്ല. ഡാഡി വരുമ്പോ ഇത് സ്ട്രൈറ്റ് ആയിരുന്നു, വളവൊന്നും അപ്പൊ ഇല്ലായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ആരാ അത്? ബാറ്ററി ഡൗൺ ആയതാണ്. നീ നോടെ പോവാ. ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയാവും, നോക്കിക്കോ. ചേട്ടാ,
ബാക്കില് വണ്ടികളൊക്കെ ബ്ലോക്കാ. ഇതൊന്നിടത്ത് മാറ്റിയിരുന്നേ എല്ലാവർക്കും പോയായിരുന്നു. ഒന്ന് സഹകരിക്കണ്ട അനിയ. പോയിട്ട് ആരുടെ ശവോടൊക്കെ ഒന്നും നടത്താനില്ലല്ലോ. പയ്യപ്പോ താൻ ഡ്രൈവ് ചെയ്യില്ലേ? ഇല്ല. ചേട്ടാ വന്നേ വന്നേ പറയാം. ചേട്ടാ കേറിക്കോ എന്താ കേറിക്കോ. എന്താ കേറി ചേട്ടാ ഇരിക്കേ പറയാം. നീ വണ്ടി എടുക്ക, ഞാൻ താഴെ കൊണ്ടാക്കാം. എന്ത് പരിപാടി എനിക്ക് മനസ്സിലായില്ല. ഇതൊന്ന് തട്ടിക്കൊണ്ടു പോവല്ലോ. അതോ കൊണ്ടായിക്കോ മോളെ. 100 വിളിക്ക്. പോലീസ് പോലീസ്. നീ ആരടാ? എന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെ പിടിച്ച് പുറകിലിട്ട നീ ആരടാ? പറയടാ. ഡാഡി പ്ലീസ് കീപ് ക്വയറ്റ്. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. തനിക്ക് എന്നെ മനസ്സിലായോ? നമ്മള് ഇന്നലെ പള്ളിയിൽ വെച്ച്. മനസ്സിലായി. എങ്ങോട്ടാ? ഫോർട്ട് കൊച്ചി. ആ അത് കൊള്ളാലോ. ഞങ്ങളും അങ്ങോട്ടാ. അവിടെ ബ്രിസ്റ്റോ ലൈറ്റ് ഹൗസിലാ താമസം. അപ്പൊ പ്രശ്നമില്ല, ഞാൻ കൊണ്ടാക്കാം വീട് വരെ. ഏയ് അതൊന്നും വേണ്ട, താഴെ വിട്ടാൽ മതി. ഞങ്ങൾ ഓട്ടോയ്ക്ക് പൊക്കോളാം. ഈ പരുവത്തില് പുള്ളിക്കാരനെ കൊണ്ട് ഒരു പരിചയമില്ലാത്തൊരു ഓട്ടോയിൽ പോകുന്നേക്കാൾ നല്ലതല്ലേ ഞാൻ കൊണ്ടാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ പരിചയമില്ല. നീ ഈ വണ്ടിയെ ഫോളോ ചെയ്യും. ഞാനിവിടെ ഉണ്ട് പുറകില്. ഡാഡി എന്ത് ചെയ്യുന്നു? You know, I am a sailor. കപ്പിത്താൻ. കാറ്റും കോളും പേമാരിയും വകവയ്ക്കാതെ മഹാസമുദ്രങ്ങളുടെ കപ്പൽ ഓടിച്ചിരുന്ന ഒരു നാവികനായിരുന്നു ഞാൻ. ആ എന്നെയാ നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറക്കി വിട്ടത്. You will regret. You must regret. ക്യാപ്റ്റൻ ആയിരുന്നോ? യു മീൻ ലൈക്ക് ഇൻ മെർച്ചന്റ് നേവി? വെറുതെ പറയുക. കുറച്ചു നാൾ മുമ്പ് വരെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഇപ്പൊ അതും പൂട്ടി. ഒരു പണിക്കും പോവാതെ വെറുതെ വീട്ടിലിരിക്കോ? ഈ റൈറ്റ് സൈഡിലെ വീടാ. ഓക്കെ. ഡാഡി ഇനി ഞാൻ ഓടിക്കാം. ഞാൻ പിടിക്കാം. I'm all right. I'm all right. അല്ല Okay. All right. ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്നറിയാം. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Excuse me. All blue for 100. Oh, sure. ആ എമി, ഞങ്ങള് പുറത്താ. എന്തു പറ്റി? എമി എന്താ എമി എന്തു പറ്റി? പറയാം. ആ ഡോർ അടയ്ക്ക്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ?
ഞാൻ പ്രഗ്നൻ്റാ. ശരിക്കും? ആ? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇതിവിടെ ആരും പറയണ്ട. അയ്യോ, എൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചതേ അമ്മയും ശ്വേതയും കൂടാ. എന്നിട്ട് അവരിതറിഞ്ഞോ? അറിയാതെ പിന്നെ? നീ ഒന്ന് ചുമ്മാതിരിക്കടാ, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പം ഭരണങ്ങാനം പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിൽ ഒരു പാട്ടുകുർബാന ചൊല്ലിച്ചേക്കണം. എന്റെ നേർച്ച അത്. ഓ, പോയിക്കോളാം. ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജിൽ നിന്റെ കൂടെ നാട്ടിൽ വരുന്നേ? ഷീ കാൻ ട്രാവൽ നൗ. അതറിയില്ലേ? അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ കൊണ്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ 6 മാസം അവരെ പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്ന്? അയ്യോ എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്ത് കുഞ്ഞെ, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം 5 ആയിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക. അപ്പോഴവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചായിരിക്കും. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അമ്മയല്ലേ ഈ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ. ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആണല്ലോ, എങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ തീരുമാനം. ഉറപ്പല്ലേ? ഉറപ്പ്. എനിക്ക് എന്റെ മോൻ ഒരു കാര്യം കൂടി സമ്മതിക്കണം. ഡെലിവറി നമുക്ക് എവിടെ വെച്ച് മതി. അല്ല, അത് എനിക്ക് ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേക്ക് നീ. എന്തായാലും എനിക്കിനി 3-4 മാസത്തേക്ക് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണേലും അവിടത്തേക്കാൾ മച്ച് ബെറ്റർ കെയറും കിട്ടും. നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. ഓ, അതൊന്നും നടക്കുകയല്ല അമ്മച്ചി. ഇപ്പൊ തന്നെ ആ പാപ്പി അവിടെ എല്ലാം കുളമാക്കി വെച്ചേക്കുക. അടുത്ത ആഴ്ചയിൽ ഞാൻ ചെന്നില്ലേ, പണിക്കാരവിടെ സമരം തുടങ്ങും. അത്രയ്ക്ക് മോശമാണ് കണ്ടീഷൻ. ഏതായാലും 4 മാസം ഇവളോട് നിന്നല്ലേ പറ്റൂ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്കപ്പം തീരുമാനിക്കാം. എടോ, നമ്മളങ്ങോട്ട് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാരമില്ല, എല്ലാരും വലിയ സന്തോഷത്തില. ഞാനായിട്ടത് കളയുന്നില്ല. പ്രണയത്തിൻ മഞ്ഞായി പെയ്തു കൊതി തീരാതെന്നിൽ നീയേ മഴവില്ലായി ഏതൻ സ്വപ്നം മനമാകെ എഴുതി നീ പുലരികളെന്നും എന്നുള്ളിൽ നീ തന്നതല്ലേ ചാരേ നീ വന്നണയേണം രാവിലൊന്നു മയങ്ങാൻ മൊഴികളാൽ എൻ വീതിയിൽ നിഴലുപോൽ ചേരുന്നു നീയില്ലാതെ വയ്യൻ വാർത്തിങ്കളെ ഈ തെന്നലിന് നിൻ സ്നേഹഗന്ധം ഈ രാവുകളിൽ നിന്നാർദ്രഭാവം ഉരുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ ഞാൻ നാളെ അങ്ങ് പോകും കല്യാണി അമ്മ. ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ അവരെ കൊണ്ട് ഞാനിങ്ങ് വരത്തില്ലേ. ഓ, പണ്ട് നിർമ്മലാമ കുറെ പ്രാർത്ഥിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ഇത്തവണ ഏതായാലും നടക്കാതിരിക്കില്ല. ആ എന്താടാ? ഈ ചൈന നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? ആഹാ, നീ മറന്നോ?
എടാ ഞാൻ നാളെ രാത്രി കയറും. യാത്ര ആ സെയിം ഫ്ലൈറ്റിൽ ഇന്നത്തേക്കാക്കാൻ പറ്റുമോ? എന്താടാ എന്താ ഉണ്ടായ? എമ്മിയെ അല്പം മുമ്പ് ഹോസ്പിറ്റലാക്കി. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇച്ചായനോട് ഹലോ എടാ ഉണ്ണി, ഹലോ